Data structure programming lab for complementary papers. Dear students, today we will discuss about the program implementation of selection sort. സെലക്ഷൻ സോർട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന്റെ സെലക്ഷൻ സോർട്ടിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. നോക്കൂ, ഇവിടെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് എന്താണ് ഓപ്പറേഷൻ വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതാണ് നമ്മുടെ അറേ A7542. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവർ ചെക്ക് ചെയ്ത് നോക്കും. ഫസ്റ്റ് A of 0 ഓൺവേർഡ്സ് ലാസ്റ്റ് N വരെ ചെക്ക് ചെയ്ത് നോക്കും. ഇതിൽ ഏതാണ് മിനിമം വാല്യൂ, മിനിമം എലമെന്റ് ഏതാണ് ചെക്ക് ചെയ്ത് നോക്കും. ആ മിനിമം എലമെന്റ് സെപ്പറേറ്റ് ആക്കി സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ സോർട്ടായി, ഫസ്റ്റ് മിനിമം വാല്യൂ കിട്ടി. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം ഈ ഒരു പോർഷനിൽ വരും. പോർഷൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി വേണ്ടിയിട്ട് എങ്ങനെ എഴുതിയുള്ളത്, ഇത് അൺസോർട്ടഡ് അറിയാണ്, ഇത് സിംഗിൾ സോർട്ട് ചെയ്ത് അറിയാണ്. ഇത് രണ്ടും ഒരുമിച്ചാണ് വരിക, ഗ്യാപ്പ് ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ എഴുതിയുള്ളത്. നെക്സ്റ്റ് കേസിൽ ഈ ബാക്കിയുള്ള ഈ 0 പൊസിഷൻ കഴിഞ്ഞു, 0 പൊസിഷൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് കിട്ടി. നെക്സ്റ്റ് 1 ഓൺവേർഡ്സിലെ കണ്ടന്റ് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും. ഈ ഒരു ഓപ്ഷൻസ് ഇതിൽ ഏതാണ് ഏറ്റവും മിനിമം വാല്യൂ നോക്കും. അപ്പോൾ 4 ആണ് മിനിമം വാല്യൂ കിട്ടിയല്ലേ, അത് അതിനോട് അപ്പൻഡ് ചെയ്ത് വെക്കും. ദാറ്റ് ഈസ് 2ഉം 4ഉം കിട്ടി. ഇത് ഇപ്പോൾ സോർട്ടഡ് അറിയാണ്. നെക്സ്റ്റ് ഒരു പോർഷന് ബാക്കി ഉണ്ടാവും, അത് അൺസോർട്ട് ചെയ്താൽ ഇത് ഒരുമിച്ചായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്യാപ്പ് ഇല്ല കേട്ടോ, പക്ഷെ നമുക്ക് ഈ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്നുള്ളൂ. ഇതിനെ പിക്ചർ വൈസ് റെപ്രസെന്റ് ചെയ്തത്. ഇത് ഒന്നിച്ചിലൊരു അറിയായിരിക്കും, അത് സെപ്പറേറ്റ് ആയിട്ടുള്ള അറികളല്ല. നെക്സ്റ്റ് നോക്കി തേർഡ് സ്റ്റെപ്പിൽ വരുന്നത് ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യും, അതിനോട് ആഡ് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഇവിടെ സോപ്പ് ചെയ്യുന്ന കണ്ടന്റ് ആണ് പറഞ്ഞത്, പ്രോഗ്രാം ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു ലാസ്റ്റ് വാല്യൂ അതിലേതാണ് ഏറ്റവും മിനിമം എലിമെന്റ് നോക്കും. ആ സിംഗിൾ എലിമെന്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിനോട് അപ്പൻഡ് ചെയ്യും. അപ്പൊ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും, ഒരു അറേ സോർട്ട് ചെയ്ത അറേ എലിമെന്റ് കിട്ടും. നോക്കി വേറൊരു ഡയഗ്രാം നോക്കി, ഇവിടെ ഈ വർക്കിനെ നോട്ട് നോക്കാം. ഫസ്റ്റ് ഒരു അറേയാണ്. ഈ അറേ വർക്ക് ചെയ്യുമ്പോൾ ഇവരെ ചെക്ക് ചെയ്ത് നോക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണുള്ളത്. ആ സെർച്ച് ചെയ്ത് നോക്കിയ ശേഷം അത് കിട്ടിക്കഴിഞ്ഞാൽ അതും ഫസ്റ്റ് എലിമെന്റ് നമ്മൾ സോൾവ് ചെയ്യും. നെക്സ്റ്റ് കേസിൽ ഈ ഒരു ഓപ്ഷനിൽ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും. സെക്കൻഡ് ഓപ്ഷൻ മുതൽ ചെക്ക് ചെയ്ത് നോക്കും ലാസ്റ്റ് വരെ. അതിൽ ഏറ്റവും മിനിമം കിട്ടിക്കഴിഞ്ഞാൽ 29 ആണല്ല ഏറ്റവും സ്മോളസ്റ്റ് എലിമെന്റ്. ഈ സ്മോളസ്റ്റ് എലിമെന്റും സെക്കൻഡ് എലിമെന്റും ഇവിടെ സ്വാപ്പ് ചെയ്യും. നെക്സ്റ്റ് കേസിലും ചെക്ക് ചെയ്ത് നോക്കി, ഇത് ഓരോ സമയം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏത് എലിമെന്റാ അത് ഓരോ 1 by 1 ആയിട്ട് അങ്ങനെ സ്വാപ്പ് ചെയ്ത് വരും. ഇൻ കേസ് ചില കേസിൽ ആ എലിമെന്റ് തന്നെ ആയിരിക്കും അവിടെ വരുന്ന ഒരു മിനിമം വാല്യൂ, അപ്പോൾ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നോ സ്വാപ്പ്. കണ്ടില്ലേ, ഇങ്ങനെ ഓരോ തവണയും സ്വാപ്പ് ചെയ്ത് വരും. അപ്പൊ എല്ലാ ഒറ്റ തവണ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ലാസ്റ്റ് ഒരു സോർട്ടഡ് അറേ കിട്ടും. ക്ലിയർ അല്ലേ? ഇതും അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഡിസെൻഡിങ് ഓർഡറിലാണെങ്കിൽ നമുക്ക് ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ചേഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് അത് ഡിസെൻഡിങ് ഓർഡറിലും പ്രിന്റ് ചെയ്ത് കിട്ടും. നോക്കാം, നമുക്ക് സോഴ്സ് കോഡ് നോക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹാഷ് ഇൻക്ലൂഡ് conio.h ഇൻഡ് മെയിൻ. ഇവിടെ ഒരു അറേ കൊടുത്തിട്ടുണ്ട്, 10 വാല്യൂസ് റീഡ് ചെയ്യാനുള്ള ഒരു അറേ 0 to 9 വരെയുള്ള ij temp മിനിമം പൊസിഷൻ ഇത്രയും വാല്യൂ ഡിക്ലെയർ ചെയ്തു. എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ്, എത്ര നമ്പേഴ്സ് ആണ് അറേയിലെന്ന് എൻ്റർ ചെയ്യാം. അതിവിടെ എൻഡിൽ സ്റ്റോർ ചെയ്തു. ദെൻ എൻ്റർ ദ എലമെന്റ്സ്, അറേയിലുള്ള എലമെന്റ്സ് 1 by 1 ആയിട്ട് എൻ്റർ ചെയ്യുക. ഓരോന്നും നമുക്ക് അറേ റീഡ് ചെയ്യാനുള്ള കോഡാണ് എഴുതിയുള്ളത്, നമുക്കറിയാം അല്ലെ. ദെൻ നമുക്ക് അറേ റീഡ് ചെയ്ത അറേ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കണം. അൺസോർട്ടഡ് അറേ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം, സോർട്ട് ചെയ്തത് നമുക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ അതുകൊണ്ട് സോർട്ട് ചെയ്യുന്നതിന് മുൻപ് അൺസോർട്ടഡ് അറേ ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് സ്കാൻ എഫ് മാറ്റി പ്രിന്റ് എഫ് കൊടുത്താൽ മതി, കണ്ടോ, വേറെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ അറേ റീഡ് ചെയ്യാനും അറേ പ്രിന്റ് ചെയ്യാനും ഒക്കെ. ഇനിയാണ് സോർട്ട് ചെയ്യുന്ന ഭാഗം വരുന്നത്, അതാണ് ഈ ഒരു പോർഷൻ. നമുക്ക് ഈ പോർഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഇവിടെ രണ്ട് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഫോർ i is equal to 0 i less than n i plus plus, വേറെ ഒന്ന് j is equal to j i plus 1 j less than n j plus plus. ഇവിടെ ഫസ്റ്റ് നമ്മൾ അതിന്റെ മിനിമം സെറ്റ് ചെയ്ത പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റത്തെ വാല്യൂ കിട്ടി, കാരണം i equal 0 ആണല്ലോ. അപ്പോൾ പൊസിഷൻ i equal to പൊസിഷൻ പോസ് equal to i സെറ്റ് ചെയ്യും. അതുപോലെ മിനിമം വാല്യൂ a of i സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം, ഫസ്റ്റ് പൊസിഷൻ മുതൽ ലാസ്റ്റ് പൊസിഷൻ വരെ ഏതാണ് മിനിമം വാല്യൂ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർ ലൂപ്പ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. ആ ഫോർ ലൂപ്പിന് ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ സ്വാപ്പ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ, കാരണം ഏതാണ് മിനിമം നോക്കണ്ടേ. അപ്പൊ a of j ലെസ് ദാൻ മിനിമം എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ട്രൂ ആണെങ്കിൽ ആ മിനിമം ഇസ് ഈക്വൽ ടു a of j സെറ്റ് ചെയ്യുക, പൊസിഷൻ j സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്തും ഈ ഒരു വർക്ക്. ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് പിന്നെ പുറത്തുള്ള ഔട്ടർ ലൂപ്പൊക്കെ പോകുള്ളൂ. അങ്ങനെ ഓരോ തവണ ഇത് ഈ ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും. ഓരോ തവണ ഏതാണ് മിനിമം ചെക്ക് ചെയ്ത് നോക്കും. ആ മിനിമം കിട്ടിയ ശേഷം നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ടോ തീരുമാനിക്കും ആ ഒരു കണ്ടന്റ്. കാരണം സ്വാപ്പ് ചെയ്യേണ്ട അവസ്ഥ ചിലപ്പോൾ വരാം, കാരണം മിനിമം വാല്യൂ ചിലപ്പോൾ കറന്റ് പൊസിഷനിലെ വാല്യൂ തന്നെ ആയിരിക്കും. അപ്പോൾ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓരോ തവണയും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് ഫോർ ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ട് ഓപ്പറേഷൻസ് അവിടെ വരുന്നത്. അതിനുശേഷം സോർട്ട് ചെയ്യാനുള്ള ഓൾറെഡി ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ സോർട്ട് ആയിട്ടുണ്ടാകും, കാരണം 0th പൊസിഷൻ ആണുള്ളത്. ദെൻ ലാസ്റ്റ് n ഉള്ളത് n-1 അല്ലെങ്കിൽ n-1 രൂപത്തിൽ വരും. അതായത് n ലെസ് ദാൻ അതിന്റെ വാല്യൂ n-ന് ഈക്വൽ ആവും. അപ്പോൾ ലെസ് ദാൻ വരുന്നോട് കൂടെ എന്തായി അത് ലൂപ്പിന് എക്സിറ്റ് ആവും.
അപ്പോൾ ഓൾറെഡി സോർട്ടഡ് ആയി ഉണ്ടാവും. സോർട്ടഡ് അറേ എന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കും. ജസ്റ്റ് ഫോർ i = 0 i less than n i plus plus പ്രിന്റ് %d a of i. അപ്പോൾ അറേയിൽ ഓൾറെഡി സോർട്ടഡ് അറേ ആയിരിക്കും, അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. നോക്കാം, നമുക്ക് സോഴ്സ് കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. Enter the number of elements. 7 elements enter ചെയ്യാം. The values 3, 8, 1, 5, 4, 0, then 4 രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. No problem. 3, 8, 1, 5, 4, 0, 4. സോർട്ടഡ് അറേ നോക്കി 0, 1, 3, 4, 4, 5, 8 അല്ലേ? നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. 8 values. കറക്റ്റ് ആയിട്ട് സോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. 2, 4, 8, 12, 23, 56, 246, 6, 78. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.